ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ CPM കഴിഞ്ഞ് വേറെ ഏതൊരു പാർട്ടിയുമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ CPMന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് തന്നെ പടച്ചുവിടും. അതായത് AKG സെന്ററിൽ നിന്ന് തന്നെ. അവിടെ പ്രത്യേക വിങ്ങുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചാനൽ ചർച്ചകളിൽ പോലും നേതാക്കൾക്ക് സ്പോട്ടിൽ തന്നെ AKG സെന്ററിൽ ഇരിക്കുന്ന നേതാക്കൾ ഈ ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. നിലവിൽ എന്താണ് CPM തുടക്കം മുതലേ പറഞ്ഞത്? കേരളത്തിൽ 10 വർഷമായി പവർ കട്ട് ഉണ്ടായിട്ടില്ല എന്ന ഒരു വീരവാദമാണ് CPM മുഴക്കിയത്. അങ്ങനെ വലിയ രീതിയിൽ പരസ്യങ്ങളൊക്കെ കൊടുത്തൊരു ഹൈപ്പൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് KSEB തന്നെ പവർ കട്ടുമായി രംഗത്ത് വന്ന് CPMനൊരു പണി കൊടുത്തത്. 10 വർഷം കൊണ്ട് ഓരോ ചാർജും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴിയേണ്ടവണ്ണം മാക്സിമം പിഴിഞ്ഞാണ് ഈ KSEBയും സർക്കാരും ഇങ്ങനെ നടക്കുന്നത്. അല്ലാതെ ഇവരായിട്ട് ഒരു വലിയൊരു നേട്ടമൊന്നും തന്നെ ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സകല പദ്ധതി, അതായത് സ്മാർട്ട് മീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതിയിലും നെഞ്ചത്ത് വെച്ച് ചെക്ക് വെച്ച് അതിനെ തകർക്കാനായിട്ട് സർക്കാരും KSEBയും കഴിയുന്നത്ര ഇവർ ശ്രമിക്കുന്നുമുണ്ട്. KSEBയുടെ ഉത്തരവാദിത്വവും ഇല്ലാത്തതും പർച്ചേസിലെ പ്രശ്നവുമാണ് പ്രധാന വെല്ലുവിളിയായി ഇപ്പോൾ മാറിയത്. KSEBക്കെതിരെ ജനരോക്ഷം ഉയരുമ്പോഴും ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി CPMലെ സഖാക്കന്മാർ രംഗത്തുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഭരണകാലത്ത് നിരക്ക് വർധനവ് വെറും 26% മാത്രമായിരുന്നുവെന്നും, അതായത് അതിനു മുമ്പുള്ള UDF സർക്കാരിന്റെ ഭരണകാലത്ത് കറണ്ട് ചാർജ് വർധന 48% ആയിരുന്നുവെന്നാണ് ക്യാപ്സ്യൂളുകളൊക്കെ ആയിട്ട് CPM സഖാക്കന്മാർ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത്. UDF ഭരണകാലത്ത് 7034 കോടി നഷ്ടത്തിലായിരുന്നു KSEB എന്നും, LDF സർക്കാർ വന്നപ്പോൾ ആ സർക്കാരിന്റെ കാലത്ത് 571 കോടി രൂപ ലാഭത്തിലെത്തിയെന്നാണ് പാർട്ടി ഇറക്കിയ ക്യാപ്സ്യൂൾ. നല്ല കാലം തുടരട്ടെ എന്ന ടാഗ് ലൈനോടെയാണ് ഈ ക്യാപ്സ്യൂളുകൾ പാർട്ടി നേതാക്കൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചത്. UDFന്റെ ഭരണകാലം കേരളത്തിലെ ഇരുണ്ട കാലമായിരുന്നുവെന്നും, പിണറായി സർക്കാരിന്റെ 10 വർഷങ്ങൾ പവർ കട്ടില്ലാത്ത കേരളമായിരുന്നു എന്നായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരണ വിഷയം. എന്നാൽ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ ഒരു വൈദ്യുതി പ്രതിസന്ധിയാണ്. 3 വർഷത്തെ ഏറ്റവും ഉയർന്ന അളവിൽ വെള്ളം ഡാമുകളിൽ എത്തിയിട്ടും വൈദ്യുതി ഉൽപാദനത്തിലെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര വിഹിതമായി കിട്ടിയ 1514 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കേരളം സറണ്ടർ ചെയ്തിരുന്നു. ഈ സമയത്തും ജലവൈദ്യുതി ഉൽപാദനം നിർബാധം നടന്നു. 500 ദശലക്ഷം യൂണിറ്റ് ഉൽപാദനത്തിനുള്ള വെള്ളമെങ്കിലും അപ്പോൾ കരുതിയിരുന്നുവെങ്കിൽ കൂടുതൽ ഉൽപാദനം നടത്തി ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വീഴ്ച മറച്ചുവെക്കാനാണ് ക്യാപ്സ്യൂളുകളുമായി CPM സഖാക്കന്മാർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. വേനൽ മഴ ലഭ്യത കണക്കാക്കിയിലും KSEBയ്ക്കും സർക്കാരിനും തെറ്റി. റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയ 465 മെഗാവാട്ട് ദീർഘകാല കരാറിന് പകരം വൈദ്യുതി ലഭ്യമാക്കുന്നതിലും വീഴ്ചയുണ്ടായി. ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് മുന്നിൽ കണ്ട് കൂടുതൽ വൈദ്യുതി വാങ്ങാൻ അനുമതി തേടാനും വൈകിയിട്ടുണ്ട്. ആവശ്യത്തിന് സ്വാപ്പ് കരാർ ഒപ്പിടാനുമായില്ല. കേന്ദ്ര ഗ്രിഡിൽ നിന്ന് അപ്രതീക്ഷിതമായി 200 മെഗാവാട്ട് കുറഞ്ഞതും തിരിച്ചടിയായി. സംസ്ഥാനത്ത് 2250 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉണ്ടെങ്കിലും അത് സംഭരിക്കാൻ ബാറ്ററി സംവിധാനങ്ങളില്ല. കേന്ദ്ര സഹായത്തോടെ 550 കോടി മുടക്കി ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ജൂണിൽ തീരുമാനിച്ചെങ്കിലും അടുത്തിടെയാണ് അതിന്റെ പണി തുടങ്ങിയത്. മൊത്തത്തിൽ സർക്കാരിന്റെയും KSEBയുടെയും പിടിപ്പുകേട് കൊണ്ടാണ് ഇപ്പോൾ ജനം ഈ ചുട്ടുപൊള്ളുന്ന സമയത്ത് കറണ്ട് ഇല്ലാതെ ഇരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, അതായത് ചീഫ് സെക്രട്ടറിയും KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ വേനൽ സമയത്തും ഈ AC-യിലിരുന്ന് ഇങ്ങനെ തണുത്ത് കുളിരുമ്പോൾ പുറത്ത് സാധാരണ ജനങ്ങൾ കറണ്ടിന് വേണ്ടി ഇങ്ങനെ സമരം നടക്കുകയാണ്. രാത്രികളിൽ ആരുടെയൊക്കെയോ നെഞ്ചത്ത് വൈരാഗ്യം തീർക്കുന്നത് പോലെ KSEBയിലെ ഏമാന്മാർ ഇങ്ങനെ കറണ്ട് ഓഫ് ചെയ്ത് അരമണിക്കൂറും 1 മണിക്കൂറും തോന്നുന്ന രീതിയിൽ ഇങ്ങനെ കറണ്ട് ഓഫ് ചെയ്യുകയാണ്.